നമസ്കാരം. ഗോവൻ വിശേഷത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോടതികൾക്ക് സമൻസും വാറന്റും മൊബൈലിൽ അയക്കാം. ഗോവയിൽ കോടതി സമൻസുകളും വാറന്റുകളും ഇലക്ട്രോണിക് രൂപത്തിൽ അയക്കാൻ ഗോവ ഇലക്ട്രോണിക് പ്രോസസ് റൂൾ 2025 അനുവദിക്കുന്നു. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 പ്രകാരം എല്ലാ കോടതികളും എൻക്രിപ്റ്റഡ് ഡിജിറ്റലായി ഒപ്പിട്ട രേഖകൾ ഇമെയിൽ മെസ്സേജിംഗ് ആപ്പുകൾ വഴി അയക്കും. പ്രതിയുടെ ഇലക്ട്രോണിക് വിവരങ്ങൾ ലഭ്യമല്ലെങ്കിൽ കോടതി പോലീസിനോടോ പൊതുപ്രവർത്തകരോടോ രേഖകൾ നേരിട്ട് കൈമാറാൻ നിർദ്ദേശിക്കും. പോലീസ് പ്രതികളുടെ സാക്ഷികളുടെയും ഇമെയിൽ, ഫോൺ നമ്പർ എന്നിവ ശേഖരിച്ച് CCTV രേഖപ്പെടുത്തണം. സ്വകാര്യ പരാതിക്കാർ ഇലക്ട്രോണിക് വിവരങ്ങൾ നൽകണം. ഇമെയിൽ വഴിയുള്ള സമൻസ് സ്വീകരണം സാധുവായിരിക്കും. റോപ്വേ പ്രൊജക്ടിനായി GTDC പുതിയ ടെൻഡർ വിളിക്കുന്നു. പനാജിയിൽ നിന്ന് റെയ്സ്മാഗോസിലേക്കുള്ള റോപ്വേ പ്രൊജക്ടിനായി ഗോവ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പുതിയ ടെൻഡർ വിളിക്കുന്നു. റോയൽ റൈറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായുള്ള കരാർ റദ്ദാക്കിയ ശേഷമാണ് ഈ തീരുമാനം. ടൂറിസം മന്ത്രി രോഹൻ ഗൌണ്ടെ അറിയിച്ചതനുസരിച്ച് പുതിയ ബിഡർ നിയമനം മുതൽ 3 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാകും. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലിൽ 100% നിക്ഷേപം ബിഡർ നടത്തണം. 5% വരുമാനം GTDCയുമായി പങ്കിടണം. 2016 150 കോടി രൂപ മുതൽ മുടക്കിൽ ആരംഭിച്ച പദ്ധതി സാധ്യതാ പ്രശ്നങ്ങൾ കാരണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. 8000 ചതുരശ്ര മീറ്റർ ഭൂമി നേരുൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട്. TCPയുടെ ചോദ്യങ്ങൾക്ക് മന്ത്രി മൗനം പാലിച്ചതിനാൽ അസംബ്ലിയിൽ കോലാഹലം. ഗോവ നിയമസഭയിൽ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് വകുപ്പിന്റെ സെക്ഷൻ 39A സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മന്ത്രി വിശ്വജിത് റാണെ മറുപടി നൽകാത്തതിനെ തുടർന്ന് പ്രതിപക്ഷ MLAമാർ പ്രതിഷേധിച്ചു. കേസ് കോടതിയിൽ ഇരിക്കുന്നതിനാൽ മറുപടി നൽകാനാവില്ലെന്ന് റാണെ വാദിച്ചു. പ്രതിപക്ഷ നേതാവ് യൂറി അലെമാവോ മഹാദേവ് വിഷയം കോടതിയിലിരിക്കെ ചർച്ച ചെയ്യുന്നതിനാൽ TCP മറുപടി നിഷേധിക്കുന്നത് ശരിയല്ലെന്ന് വിമർശിച്ചു. പ്രതിപക്ഷ MLAമാർ സഭയുടെ നടുവിൽ പ്രതിഷേധിച്ചതോടെ 10 മിനിറ്റ് സഭ നിർത്തിവെച്ചു. വിജയ് സർദേശായി ഒഴികെ എല്ലാ പ്രതിപക്ഷ MLAമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് വിഷയം പരിശോധിക്കുമെന്ന് ഉറപ്പു നൽകി. ഫാക്ടറികളിൽ ജോലി 10 മണിക്കൂറാകും. ഗോവ നിയമസഭ 2025 ഫാക്ടറീസ് നിയമം പാസാക്കി. ഇതനുസരിച്ച് ഫാക്ടറി തൊഴിലാളികളുടെ ജോലി ദിനം 9 മണിക്കൂറിൽ നിന്ന് 10 മണിക്കൂറായി ഉയർത്തി. സെഷൻ 54-65 ഭേദഗതി ചെയ്ത ബിൽ 3 മാസത്തെ ഓവർടൈം മണിക്കൂർ 125 നിന്ന് 144 വർദ്ധിപ്പിച്ചു. ഫിഷറീസ് മന്ത്രി നീലകാന്ത് ഹർലേങ്കർ പൈലറ്റ് ചെയ്ത ബിൽ ബിസിനസ് സുഗമമാക്കാൻ ലക്ഷ്യമിടുന്നു. ഈ ഭേദഗതി തൊഴിലാളികളുടെ ജോലി സമയം വർദ്ധിപ്പിക്കുമെങ്കിലും ബിസിനസ് പ്രക്രിയകൾ ലളിതമാക്കാനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് സർക്കാർ വാദിക്കുന്നു. ഈ മാറ്റം വ്യവസായ മേഖലയിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ബോർഡയിൽ CCTV ഇല്ലാത്തത് ജ്വല്ലറി ആക്രമണ അന്വേഷണത്തെ മന്ദഗതിയിലാക്കുന്നു. മഡ്ഗാവിലെ വാർഡയിൽ ജ്വല്ലറി ഉടമ സോഹൻ റൈക്കറിനെ ആക്രമിച്ച കേസിൽ CCTV ക്യാമറകളുടെ അഭാവം അന്വേഷണത്തെ മന്ദഗതിയിലാക്കുന്നു. പകൽ വെളിച്ചത്ത് നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ലഭിക്കാൻ പോലീസ് 30ലധികം വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും CCTV ഫുട്ടേജ് പരിശോധിക്കുന്നു. ആക്രമണകാരി മുഖംമൂടി ധരിച്ചിരുന്നതിനാൽ തിരിച്ചറിയൽ ദുഷ്കരമാണ്. കത്തി, ഷർട്ട്, പുതിയ ഷൂ എന്നിവ ധരിച്ചാണ് ആക്രമണകാരി എത്തിയത്. ബോർഡയിൽ CCTV സംവിധാനം പൂർണ്ണമായി നടപ്പാക്കാത്തത് അന്വേഷണത്തിന് തടസ്സമാക്കുന്നു. 10 വർഷം മുമ്പ് ആരംഭിച്ച CCTV പദ്ധതി പരിപാലനമില്ലാതെ നിന്നുപോയതാണ്. കുൻകോളിമിൽ അനധികൃത മണ്ണെടുപ്പിന് FIR. കുൻകോളിമിൽ അനധികൃതമായി മണ്ണ് വേർതിരിച്ചെടുത്തതിന് അജ്ഞാതർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഡയറക്ടറേറ്റ് ഓഫ് മൈൻസ് ആൻഡ് ജിയോളജിയിലെ ജിയോളജിസ്റ്റ് ഓംകാർ നായിക്കിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. 2025 ജൂൺ 30 മുമ്പ് അനധികൃതമായി മണ്ണ് വേർതിരിച്ച് അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയതായിട്ടാണ് ആരോപണം. ഇത് സംസ്ഥാനത്തിന് 3.77 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ 303(2) ഗോവ ഡാം ആൻഡ് ഡ്യൂ മൈനർ മിനറൽസ് കൺസഷൻ റൂൾസ് 1985 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അനധികൃത ഖനനം തടയാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് ആവശ്യമുയർന്നു. മഡലിൽ വാട്ടർ പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. മഡ്ഗാവിലെ മഡൽ വാർഡിലെ റോഡ് വ്യാഴാഴ്ച തകർന്നതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഭൂഗർഭ വാട്ടർ പൈപ്പ് പൊട്ടിയതാണ് കാരണം. കേബിളുകളും പൈപ്പുകളും സ്ഥാപിക്കാൻ റോഡ് കുഴിച്ച ശേഷം ശരിയായി പുനർനിർമ്മിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. അധികൃതർ പൈപ്പ് നന്നാക്കാൻ തൊഴിലാളികളെ വിന്യസിച്ചിരുന്നു. മഡൽ റോഡ് മഡ്ഗാവ് കോൾവ റോഡിൽ നിന്ന് KTC ബസ് സ്റ്റാൻഡിലേക്കും മത്സ്യ മാർക്കറ്റിലേക്കും പോകുന്ന പ്രധാന പാതയാണ്. കരാറെടുത്ത കോൺട്രാക്ടർക്കെതിരെ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. റോഡ് പുനർനിർമ്മാണം ശരിയായി നടത്തണമെന്നും മിലാഗ്രസ് ഫെർണാണ്ടസ് ആവശ്യപ്പെട്ടു.
ദവോർലിം പഞ്ചായത്ത് റോഡരികിലെ അനധികൃത നിർമ്മാണങ്ങൾ പരിശോധിച്ചു. ദവോർലിം ഗ്രാമപഞ്ചായത്ത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം റോഡരികിലെ അനധികൃത നിർമ്മാണങ്ങൾ പരിശോധിച്ചു. 50-ലധികം മത്സ്യവ്യാപാരികൾക്ക് റോഡിൽ നിന്ന് മാറാൻ സർപഞ്ച് സൈഷ് രാജാധ്യക്ഷ നിർദ്ദേശിച്ചു. പഞ്ചായത്ത് അംഗങ്ങളും സെക്രട്ടറിയും ചേർന്ന് നടത്തിയ പരിശോധന റിപ്പോർട്ട് പഞ്ചായത്ത് യോഗത്തിൽ സമർപ്പിക്കും. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പൊളിക്കൽ നടപടികൾ തുടങ്ങും. മിലിറ്ററി ക്യാമ്പിന് സമീപമുള്ള അനധികൃത നിർമ്മാണങ്ങളും പൊളിക്കും. മഡ്ഗാവിൽ സമാനമായ നടപടിയൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ആനന്ദ് സാവന്ത് ചോദിച്ചു. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.